പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്: സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും, ഹല്ലേലൂയ, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ദുഃഖത്തിന് പകരം ആനന്ദവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും. പ്രിയനെ, ഞാൻ ചോദിക്കട്ടെ, ദുഃഖങ്ങളില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാവരും വിവിധമായ ദുഃഖങ്ങൾക്കും കണ്ണുനീരുകൾക്കും വേദനകൾക്കും വിവിധമായ പ്രതിസന്ധികൾക്കും വിധേയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കുക, ജീവിതത്തിൽ ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കുകയാണ്. ആമേൻ. ജോലി സ്ഥലത്തായിരുന്നാലും ഏതെല്ലാം മേഖലയിൽ നോക്കിയാലും ദുഃഖത്തിൻ്റെ കരിനിഴൽ എല്ലാ കുടുംബത്തിലുമുണ്ട്. പക്ഷേ അത് മാറ്റുവാൻ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടോ മറ്റ് യാതൊരുവിധ കാര്യങ്ങൾ കൊണ്ടോ കഴിയില്ല. എന്നാൽ അവയ്ക്കൊരു പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് ആമേൻ പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും തരുമെന്ന് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ല. ഞാനൊന്നുകൂടെ പറയട്ടെ, നിങ്ങളും നിങ്ങളുടെ കുടുംബം ദുഃഖത്തോടു കൂടി ഇരിക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ല. അത് ദൈവഹിതമല്ല. കർത്താവ് നിങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നീ ദുഃഖം കൊണ്ട് ഭവനത്തിനകത്ത് മടുത്ത് ഇരിക്കുക. നിൻ്റെ കുടുംബജീവിതം, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ജോലികൾ, നിൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ഓർത്ത് നീ ദുഃഖത്തോടെ എന്ത് ചെയ്യും എന്നോർത്ത് ഭവനത്തിനകത്ത് നീ ഇരിക്കുക. അങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിൻ്റെ കുടുംബത്തിൽ സന്തോഷം തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ തടവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരായിരിക്കാതെ, നമുക്കറിയാം, തടവിൽ അകപ്പെടുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ഈ ജയിലിൽ കിടക്കുന്നവർ ചോദിച്ചാൽ അറിയാം, തടവിൽ കിടക്കുമ്പോൾ നമ്മുടെ ആത്മാവിനൊരു വിടുതലുമില്ല. എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഞാൻ കുറച്ച് നാളുകളൊക്കെ തടവിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ തടവിൽ കിടക്കുമ്പോൾ നമുക്ക് യാതൊരു സന്തോഷവുമില്ല. നമ്മുടെ ആത്മാവ് ദുഃഖമാണ് എന്ന് പറഞ്ഞ പോലെയാണ് പല കുടുംബങ്ങളും. തടവിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ വിവിധ പ്രശ്നങ്ങളാൽ അവരുടെ ആത്മാവ് തടവിലാക്കപ്പെടുകയാണ്. അത് പാടില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്തുതികളാൽ നിറച്ചനുഗ്രഹിച്ച് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം തന്ന് നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ കരയുന്നതും ദൈവത്തിന് ഇഷ്ടമില്ല. നിങ്ങൾ കരയാതെ ചിരിക്കണമെന്നുള്ളതാണ് വചനം പറയുന്നത്. ക്രിയ സങ്കീർത്തനം 30:11 വായിച്ചാൽ കാണുന്നുണ്ട്: ആമേൻ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ 8 ആഴ്ചനെ സന്തോഷം ഉടിപ്പിച്ചുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നീ എന്തിനെയോർത്ത് ഭാരപ്പെടുന്നു, എന്തിനെയോർത്ത് ദുഃഖിച്ച ഭവനത്തിനകത്ത് തടവിലാക്കപ്പെട്ട ആത്മാവിനെ പോലെ നീ കണ്ണുനീരോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ശക്തമായ ദൂത്: നീ തടവിലാക്കപ്പെട്ട ആത്മാവിനെ പോലെ ഇരിക്കേണ്ടവളല്ല. നീ പുറത്തു വരണം. നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം സന്തോഷം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കഷ്ടതയെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ മക്കളിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരത്ഭുതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. ചിലരോടൊക്കെ ദൈവം ശക്തമായ ദൂതുകൾ കൈമാറുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം പറയുമ്പോൾ, ചില കുടുംബങ്ങളൊക്കെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ എനിക്ക് ആത്മാവിൽ ദർശിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് പറയട്ടെ, നീ തകരരുത്. നിൻ്റെ ആത്മാവിനെ ദുഃഖം കൊണ്ട് നീ തടവിലാക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഈ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുക. ഒരു സന്തോഷം നമുക്ക് ലഭിക്കത്തില്ല. കാരണം നമ്മൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അവിടുന്ന് ചെന്ന് പെടുമ്പോഴാണ് അതിൻ്റെ സങ്കടങ്ങൾ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഒരു തടവറ പോലാണ് പല കുടുംബങ്ങളും. ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും തമ്മിൽ സ്നേഹമില്ലാതെ, സന്തോഷമില്ലാതെ, എന്നും കണ്ണുനീരും ദുഃഖങ്ങൾ കൊണ്ട് കഴിയുന്ന എത്രയോ കുടുംബങ്ങളാണ്.
അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ആവശ്യമില്ലേ? നിങ്ങൾക്കൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അപ്പോൾ ഇവിടെ വചനമായി ദുഃഖത്തിന് ഹല്ലേലൂയ ആമേൻ വളരെ കഷ്ടതകളുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് മറ്റുള്ളവരുടെ ദുഃഖം അവരെ വേദനിപ്പിക്കും. ഹല്ലേലൂയ. ചിലർ സ്വയം ദുഃഖിച്ചു കൊണ്ടിരിക്കും. സഭകളിൽ ആമേൻ ചെന്നാൽ സുവിശേഷകന്മാരെ, കൂട്ടുവിശ്വാസികളെ ആമേൻ കേൾക്കാൻ വയ്യാത്ത, അവർക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിച്ചിട്ട് പലരും മാറിയും ദുഃഖിക്കും. പലരും വീടുകളിൽ ദുഃഖിക്കും. പലരും ബന്ധുക്കളെ, സ്വന്തക്കാരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ദുഃഖത്തിലേക്ക് പോകും. പലരും അയൽവാസികളുമായി തമ്മിൽ ശണ്ടയിട്ടിട്ട് ദുഃഖത്തിലേക്ക് പോകും. പലരും ജോലി സ്ഥലത്ത് ശണ്ടയിട്ടിട്ട് ആമേൻ ജോലി തന്നവരുമായിട്ട് കുറ്റപ്പെടുത്തി ശണ്ടയിടും. ഹല്ലേലൂയ. അങ്ങനെ വിവിധ മേഖലകളിലാണ് ജനം കഷ്ടം സഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ നിന്നെ തന്നെ തടവിലാക്കരുത്. നീ തടവിലാക്കപ്പെട്ട ഒരാത്മാവല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ എന്താണ്? പണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ തടവിലായിരുന്നു, പാപത്തിൻ്റെ തടവിലായിരുന്നു, അഹങ്കാരത്തിൻ്റെ തടവിലായിരുന്നു, നിഗളത്തിൻ്റെ തടവിലായിരുന്നു. അങ്ങനെ വിവിധമായ തടവ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്താണ്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിനോട് വിളിച്ചു പറഞ്ഞ ശക്തമായ ദൂത്, അടിമനുഖത്തിൽ നീ പിന്നെയും കുടുങ്ങിപ്പോകാതെ നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ സന്തോഷം തന്നു നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വന്ന് നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവമക്കളോടൊപ്പം ചേർന്ന് നീ ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും പങ്കാളിയാകുന്നെങ്കിൽ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ കയ്യിൽ നിന്ന്, ദുഷ്ടശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തന. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഭവനത്തെ ബന്ധിച്ചിരിക്കുന്ന ചില ശത്രുവിൻ്റെ കോട്ടകളുണ്ട്. കാലങ്ങളായിട്ട് നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുക. സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഉടുക്കാനുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, കിടക്കാൻ നല്ല വീടുണ്ട്, ആമേൻ കൂട്ടുകാരും ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാതെ പോയത്? കാരണം നിൻ്റെ ആത്മാവിനെ തടവിലാക്കാൻ വേണ്ടി, നിന്നെ കണ്ണുനീര് കൊണ്ട് നിറയ്ക്കുവാൻ, നിൻ്റെ കുടുംബത്തെ അരാജകത്തിലേക്ക് തള്ളിയിടുവാൻ സാത്താൻ എല്ലാ പദ്ധതികളും ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഞാനൊരു പുസ്തകത്തിലൊരു കഥ വായിച്ചു. ആ കഥ ഇങ്ങനെ ആമേൻ നൈറ്റിഗേൾ എന്ന് പറയുന്ന ഒരു പക്ഷി ആടിനോട്, തവളകളുടെ ശബ്ദം എന്നെ അസ്വസ്ഥമാക്കുന്നു, അത് നിൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നില്ലേ? ആമേൻ പല കരുത്തുള്ള വണ്ടന്മാർ ആമേൻ അവർ വൃത്തികെട്ട സ്വരത്തിൽ ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പാട്ടുപാടുന്ന ഒരു പക്ഷിയാണ്. അതൊരു ദിവസം രാത്രി പാട്ടുപാടാൻ മരച്ചിലിരുന്നപ്പോൾ മറ്റു പക്ഷികളെല്ലാം കൂടെ വന്ന് ചോദിച്ചു, നീ എന്താണ് ഇന്ന് പാട്ടുപാടാത്തത്? നീ പാട്ടുപാടാത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നൊരു സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ഞങ്ങൾക്കൊരു സ്വൈര്യമില്ല. അപ്പോഴാണ് ഈ പക്ഷി പറയുന്നത്, തവളകളുടെ ശബ്ദവും വലിയ വണ്ടിൻ്റെ ശബ്ദവും എന്നെ അസ്വസ്ഥമാക്കുന്നു, അത് നീ കേൾക്കുന്നില്ലേ എന്ന്. അപ്പോൾ അതിന് ആട് പറഞ്ഞു പക്ഷിയോട്, ഹല്ലേലൂയ, നീ പാടാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആ തവളയും കരുത്തനായി വണ്ടും പാടുന്നത്, അതിൻ്റെ സ്വരം കേൾക്കുന്നു. നീ പാടാത്തത് കാരണം അതിൻ്റെ ശബ്ദം വരുന്നതുകൊണ്ട് ഇരുട്ടിൻ്റെ അനുഭവമാണ്. അപ്പോൾ പാമ്പി പക്ഷി എന്ത് ചെയ്തു? അത് പാടുവാൻ തുടങ്ങി. അത് പാടുവാൻ തുടങ്ങിയപ്പോഴത്തേനും ശബ്ദം വീണ്ടും മൂർച്ഛിക്കാൻ തുടങ്ങി. ആ ശബ്ദം വർദ്ധിക്കുവാൻ തുടങ്ങി. അത് വലിയ ശബ്ദമായി. ആ പാട്ടുകൾ ഉച്ചത്തിൽ വന്നു. അപ്പോൾ തവളയുടെ ശബ്ദം കുറഞ്ഞു, ആ പെരുത്ത വണ്ടിൻ്റെ ശബ്ദം കുറഞ്ഞു, കാട്ടിലെ മൃഗങ്ങളെല്ലാം മൗനമായി. ആമേലലിയ ആ പക്ഷിയുടെ ശബ്ദം കൊണ്ട് എന്ത് ചെയ്തു? വളരെ മനോഹരമായൊരു അനുഭവം അന്നുണ്ടായി. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നീ പാടാതിരുന്നാൽ, നീ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ, നിനക്ക് ചുറ്റും വണ്ടുകളും തവളകളും വന്നിരുന്ന് കാമി കൂവിയും കാറിയും വെച്ച് നിൻ്റെ സമാധാനത്തെ കെടുത്തും. ഹല്ലേലൂയ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഓർപ്പിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഹല്ലേലൂയ നിങ്ങളായിരിക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധമായ ദുഃഖങ്ങൾ കൊണ്ട് കുടുംബത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം, സന്തോഷം കൊടുത്ത് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.